എഞ്ചിനീയറിങ്ങിന് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് ഒരു ടെസ്റ്റിലൂടെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോയി 2 വർഷം ഭയങ്കരമായിട്ട് പഠിച്ച ഇന്ത്യയിലെ ഏറ്റവും സമുന്നതമായ ഒരു IITയിൽ അഡ്മിഷൻ കിട്ടിയ പഠിച്ച ഗ്രാജുവേറ്റായ ഒരാളെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൺസൾട്ടേഷന് വേണ്ടി വന്നു. വളരെ ദുഃഖിതരായിട്ടാണ് ആ മാതാപിതാക്കൾ വന്നത്. പഠിച്ചിറങ്ങിയിട്ട് 3 വർഷമായി, ഇതുവരെ വീടിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് വലിയ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്, വളരെയധികം ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട്, ഫിസിക്കലായിട്ട് പ്രോബ്ലംസ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഒരു കുട്ടിയാണ്. ഇന്ന് ആ കുട്ടി ഒന്നും ആകാത്തൊരവസ്ഥയിലാണ്. ഇപ്പോഴാണ് അതിൻ്റെ മെൻ്റൽ പ്രോബ്ലംസ് പോലും ആ കുട്ടി തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ കുട്ടികളെ സമഗ്രമായി വീക്ഷിക്കുന്നില്ല. ഓരോ മേഖലയിലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും സോഷ്യലായിട്ടും ഒക്കെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് വേണം. ഓരോ രംഗത്തും അത് കൂടുതൽ ആവശ്യം, ഓരോന്നും കൂടുതൽ ആവശ്യവും കുറവ് ആവശ്യവും ഒക്കെ ആയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും യോജിക്കുന്നതും ഏറ്റവും ചേരുന്നതും അല്ലെങ്കിൽ അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാത്തതും അതിലൊക്കെ ഉപരിയായി അവരെ സന്തോഷത്തിലേക്ക് നയിക്കാൻ കഴിയുന്നതുമായിട്ടൊക്കെ ഉള്ള മേഖലകളിലേക്ക് എത്തിച്ചേരാൻ അവരെ നമുക്ക് സഹായിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു കാലത്ത് നമുക്കെല്ലാം ദാരിദ്ര്യമായിരുന്നു, ഇന്ന് ദാരിദ്ര്യമൊക്കെ ഒഴിഞ്ഞു, കുറച്ചുകൂടെയൊക്കെ സൗകര്യങ്ങളൊക്കെ നമുക്കായി. നമ്മുടെ കുട്ടികളെ ഇനിയും കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ അവരെ ഗൈഡ് ചെയ്ത് വിട്ടാൽ അവർക്കൊരു ഹാപ്പി ലൈഫ് കിട്ടും, അവരും കണ്ടൻറ്റഡ് ആയിരിക്കും, അവർക്കൊരു മീനിങ്ഫുൾനെസ്സൊക്കെ ഒരു കാലത്ത് ഫീൽ ചെയ്യും. അവരവരുടെ പേരൻസിനെയും അധ്യാപകരെയും അവരുടെ ചെറുപ്പമൊക്കെ ഓർക്കുമ്പോൾ അവർ നന്ദിയുള്ളവരായിരിക്കും. അതിനായിട്ട് എങ്ങനെ അവരെ ഗൈഡ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലയാളികളുടെ ഒരു ഗ്ലോബൽ സംഘടനയ്ക്ക് വേണ്ടി ഒരു കരിയർ സെമിനാർ ചെയ്യുകയായിരുന്നു. ഞാൻ ആ സെമിനാറിൽ കേട്ട പല ചോദ്യങ്ങളും അതിന് ശേഷം പല പേരൻസും എന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ച പല ചോദ്യങ്ങളുമൊക്കെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, പൊതുവേ ഇന്ത്യൻ പേരൻസ്, പർട്ടിക്കുലർലി മലയാളി പേരൻസ് ഒരുപാട് ആങ്ഷ്യസ് ആണ്. അവർക്ക് ഒരുപാട് സ്ട്രെസ്സുണ്ട്, അവർക്ക് ക്ഷമ തീരെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളുടെ എഡ്യൂക്കേഷനായാലും കുട്ടികളുടെ കരിയറായാലും കുട്ടികളുടെ ഒരു ഗ്രോത്ത് ആയാലും ഒക്കെ നമ്മൾ കുറച്ചൊക്കെ കുഴപ്പത്തിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഭാവി ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ, ഭാവി എന്ന് മാത്രമല്ല അവർ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ, അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, അവർ ജീവിതത്തിൽ നല്ല ഹാപ്പി ആയിട്ടൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ പേരൻസിന് ആവശ്യമാണ്. പഴയ കാലത്ത് ഒരു 10-30 കൊല്ലം മുമ്പ് വരെയുള്ള പേരൻസൊന്നും കുട്ടികളുടെ പഠനകാര്യത്തിൽ ഒരു മൈക്രോ മാനേജ്മെൻറ്റ് ഒരിക്കലും നടത്തിയിട്ടില്ല. അവർക്ക് ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊന്നും വലിയ കാര്യങ്ങൾ അറിയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ കുട്ടികളെക്കുറിച്ച് സാവധാനത്തിലൊക്കെ വിടാൻ അവർക്ക് സാധിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇച്ചിരി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു കാര്യം അങ്ങ് മൈക്രോ മാനേജ് ചെയ്യുകയാണ്. എല്ലാ കാര്യത്തിലും കയറി അങ്ങ് ഇടപെട്ട് ഭയങ്കരമായിട്ടങ്ങ് എക്സ്പേർട്ട് കളിച്ച് പലപ്പോഴും കുട്ടികളുടെ ജീവിതമൊക്കെ അലങ്കോലപ്പെടുത്തുകയാണോ എന്നൊരു വലിയ സംശയമുണ്ട്. ദർ ഇസ് എ സേയിങ്, എ ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ്, ഡ്രിങ്ക് ഡീപ്പ് ഓർ ടച്ച് നോട്ട് ദ പയറിയൻ സ്പ്രിങ്. ഒന്നുകിൽ നമ്മളെല്ലാം അറിയാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഈ മുറി അറിവ് കൊണ്ട് പിന്നെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. നല്ല ഗൈഡൻസൊക്കെ ധാരാളമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകേണ്ടതും വളരെ ആവശ്യമാണ്. എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാരെയൊക്കെ കേൾക്കുക, പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ ഇച്ചിരി മുമ്പ് അച്യുത് ശങ്കർ സാറിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ കേൾക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ അത്തരം വീഡിയോകളൊന്നും ആരും കേൾക്കുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട്, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഏതൊരു വലിയ റിപ്പോർട്ട് അദ്ദേഹം ഉണ്ടാക്കി സമർപ്പിച്ചിട്ട് അതൊന്നും ആരും വായിച്ചിട്ട് പോലും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രശ്നം. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, കുട്ടികൾക്ക് നല്ല കരിയർ ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ല ഇമോഷണൽ മെൻ്റൽ സ്റ്റെബിലിറ്റിയും നല്ല ക്ഷമയും ഒക്കെ വളരെ ആവശ്യമാണ്. എങ്കിലേ കുട്ടികളൊന്ന് ആ ഒരു നല്ല രീതിയിലേക്കൊന്ന് ഡെവലപ്പ് ചെയ്തു വരുള്ളൂ. പ്രധാനമായിട്ടും ഇനിയുള്ള കാലത്ത് ഏത് കരിയറിൽ കുട്ടികൾ വിജയിക്കണമെന്നുണ്ടെങ്കിലും അവർക്ക് ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. ആ സ്ട്രോങ് ഫൗണ്ടേഷനെക്കുറിച്ച് ഇന്ന് വിദ്യാഭ്യാസം ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ കരിയറൊക്കെ ഇപ്പം ചന്തയാണ് തീരുമാനിക്കുന്നത്. കുട്ടികൾ IAS ആണോ, എഞ്ചിനീയർ ആകണോ, ഡോക്ടർ ആകണോ എന്നൊക്കെ ചന്ത തീരുമാനിക്കുന്നു. നമ്മളതിൻ്റെ ബലിയാടായി മാറുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവസാനം നമ്മളൊന്നും ആവുന്നുമില്ല, അത് വേറൊരു കഷ്ടം. അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം
നമ്മളാദ്യം കുട്ടികൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാകും, പ്രത്യേകിച്ച് അവരുടെ ഫിസിക്കൽ എബിലിറ്റി. ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ശാരീരികമായ ആരോഗ്യമുള്ള കുട്ടികൾ, അത് വളരെ ആവശ്യമാണ്. എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ശാരീരിക ആരോഗ്യം മികവുണ്ടാക്കാനൊന്നും കഴിഞ്ഞൊന്നും വരില്ല. പ്രത്യേകതകളൊക്കെയുള്ള കുട്ടികളുണ്ട്, പലതരത്തിലുള്ള ചെറിയ വൈകല്യങ്ങളോ അല്ലെങ്കിൽ പരിമിതികളോ ഒക്കെയുള്ള കുട്ടികൾ കാണും. പക്ഷേ പൊതുവേ നമ്മൾ അവരുടെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. ആ ശാരീരിക ആരോഗ്യത്തിൽ നിന്നാണ് അവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകുന്നതും അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്നതും കോൺഫിഡൻസ് ഉണ്ടാകുന്നതിലൊക്കെ ഒരു മെയിൻ ഘടകം ഫിസിക്കൽ ഹെൽത്താണ്. രണ്ടാമത്തെ ഒരു കാര്യം അവരുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്താണ്. പലപ്പോഴും മെൻ്റൽ ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ച് തീരെ ഇന്ത്യൻ പേരൻസ് ഗൗനിക്കുന്നില്ല. അതിൻ്റെ വലിയ കുറവ് കുട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളെക്കുറിച്ച് പറയുന്നവർ വളരെ സ്ട്രെസ്ഡാണ്, പലരും ക്ഷീണിതരാണ്, പലരും ടയേർഡാണ്. വളരെ യങ് ഏജിൽ തന്നെ അവർ ടയേർഡാണ്. ഏർലി ബേൺ ഔട്ട്സ്. ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വലിയ ഡിഗ്രികളൊക്കെ എടുത്ത് വലിയ ജോലികളൊക്കെ ചെയ്തിട്ട് 30 വയസ്സാകുമ്പോഴത്തേക്ക് റിസൈൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു ഇൻ്റലക്ച്വൽ ഹെൽത്ത് വളരെ ആവശ്യമാണ്. കുറേ പഠിച്ച് കുറേ ഡിഗ്രികൾ, അതുപോലെ തന്നെ കുറേ പരീക്ഷകൾ ജയിപ്പിക്കുക, കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ഇതിനപ്പുറത്തേക്ക് അനലൈസ് ചെയ്യാനോ അപ്ലൈ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനോ റീസൺ ചെയ്യാനോ ഒക്കെയുള്ള ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, ഒരു ലോജിക്കലി കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ നിരന്തരമായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ഫൈനലി ഒരു സോഷ്യൽ ഇൻ്റലിജൻസും വളരെ ആവശ്യമാണ്. സ്പിരിച്വലിയും കൂടെ അവരെ എക്വിപ്ഡ് ആക്കാൻ കഴിഞ്ഞാൽ വളരെ തീർത്തും എക്സലൻ്റ് ആയിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ ഒരു 10-15 വയസ്സാകുമ്പോഴത്തേക്ക് ഇതിലൊക്കെ ഒരു സാമാന്യ മികവ് പുലർത്തുന്ന കുട്ടികളാക്കി നമുക്ക് മാറ്റിയാൽ അതിൻ്റെ മേളോട്ടൊരു എലിവേഷൻ ബിൽഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പലപ്പോഴും ഈ കാര്യം നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ ഒരു കരിയറൊക്കെ കുട്ടികൾക്ക് ചിന്തിക്കുമ്പോൾ പഠിക്കാനുള്ള കഴിവോ ഇത് മാത്രം നോക്കിയാൽ പോരാ. പഠിക്കാൻ കഴിവുള്ള എല്ലാ കുട്ടികളും ഡോക്ടറാണോ എഞ്ചിനീയറാണോ എന്നൊക്കെ പറയുന്നത് ഒരു ശുദ്ധ മണ്ടത്തരമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ പഠിക്കാനുള്ള കഴിവ് മാത്രം കൊണ്ടല്ല ഒരു നല്ല ഡോക്ടറോ ഒരു നല്ല എഞ്ചിനീയറോ ഒക്കെ ഉണ്ടാകുന്നത്. അതിന് വേറെ കുറേ അട്രിബ്യൂട്ട്സ് കൂടെ അതിൻ്റെ കൂടെ വരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികളെ ഒന്ന് ഡിസ്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവർക്ക് ടാലൻറ്റും പാഷനും ആപ്റ്റിറ്റ്യൂഡും ഒക്കെയുള്ള മേഖല ഏതാണ്, അത് നിരന്തരമായിട്ട് ഒബ്സർവ് ചെയ്താൽ കുറേയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ കുട്ടികളിലും ഇതൊന്നും നേരത്തെ കണ്ടു എന്ന് വരില്ല. ചില കുട്ടികൾ ഒരു സൈനും കാണിക്കത്തില്ല, ഒന്നിനോടും പ്രത്യേകിച്ചൊരു താല്പര്യം കാണിക്കത്തില്ല, ഒന്നിനോടും ഒരു ടാലൻറ്റ് കാണിക്കത്തില്ല. അത്തരം കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ നമ്മൾ ക്ഷമയോടെ ഒരു ഗ്രാജുവേഷൻ കഴിയുന്നിടവരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ധൃതി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചുറ്റുപാടിനെ കുറ്റം പറഞ്ഞിട്ടോ വിദ്യാഭ്യാസത്തെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ചില കുട്ടികളൊക്കെ പതുക്കെ ആയിരിക്കും ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ വരുന്നത്. ഒരു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ പതുക്കെ ലക്ഷ്യത്തിലേക്ക് വന്ന ആൾക്കാരിലൊക്കെ വലിയ പ്രതിഭകൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏർലിയറായിട്ട് ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബോർഡമിലേക്കോ ഒരു അൺഹാപ്പിനെസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു സാച്ചുറേഷനിലേക്കോ പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പലരുടെയും ജീവിതമൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇച്ചിരി പതുക്കെ ബ്ലൂം ചെയ്ത് വന്ന ഒരാളാണെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കാമെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല പുഷ്പങ്ങൾ നമുക്ക് ലോകത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട്, നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നൊന്ന്, ഈ ആപ്റ്റിറ്റ്യൂഡും ടാലൻറ്റും പാഷനും മാത്രമല്ല, ചിലപ്പോൾ ചില കാരണങ്ങളോടൊക്കെയുള്ള ചില സ്റ്റാൻഡിങ് ഫോർ സർട്ടൺ കോസസ്, അല്ലെങ്കിൽ ചില കൺസേൺസ്, ലോകത്ത് ചില കാര്യങ്ങളിലോടൊക്കെയുള്ള കൺസേൺസ്. അപ്പോൾ എനിക്കറിയാവുന്നൊരു കുട്ടി, അവൾ എക്കണോമിക്സ് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, സാറേ എനിക്കൊരു ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹമുണ്ട്. കാരണം അവൾ അതിൻ്റെ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തത് ചില റൂറൽ ഏരിയയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ചില കൺസേൺസൊക്കെ ഉണ്ടാവുകയും അവൾക്ക് ഒരു സിറ്റിസൺറി വ്യൂ ഒക്കെ ഉണ്ടാവുകയും ഒരു വിഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് ആ കുട്ടി ഒരു ജേർണലിസത്തിലേക്ക് പോവുകയും ആ കുട്ടി ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ആയിട്ട് ധാരാളം ആർട്ടിക്കിളുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ആളാണ്. അതുപോലെ തന്നെ എനിക്കറിയാവുന്നൊരു കുട്ടി ഒരു ലോയറായത് ഒരു കൺസേണിൻ്റെ പുറത്താണ്. ഒരു ഇൻജസ്റ്റിസൊക്കെ ഒരുപാട് കണ്ടിട്ട് ആ കുട്ടിക്ക് അത്തരം മേഖലകളിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ലോയറായെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ ഒരു പാർലമെൻ്ററി ഒരു ഇൻട്രസ്റ്റോടൊക്കെ ആ കുട്ടിക്ക് വന്നിട്ടുണ്ട്. ആ കുട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കാനൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു യൂത്ത് വിങ് ലീഡറാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്, ചില കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഒരു ബേസിക് പാഷനോ ഇൻട്രസ്റ്റോ ആപ്റ്റിറ്റ്യൂഡിനൊക്കെ അപ്പുറം അവർക്ക് ചില കൺസേൺസും ചില കാരണങ്ങളോടുള്ള ചില അഭിനിവേശമൊക്കെ ഉണ്ടായിട്ട് അവർ ചിലപ്പോൾ ജീവിതത്തിൽ
അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുത്തു എന്നൊക്കെ ഇരിക്കും. ഇനി ചിലരെ സംബന്ധിച്ച് ഇതൊന്നുമല്ല, അവർക്ക് ചിലതൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹമാണ്. ചിലപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടുള്ള ടാലൻറ്റോ പാഷനോ ആപ്റ്റിറ്റ്യൂഡോ കണ്ടില്ല എന്ന് പോലും വരും. പക്ഷേ അതിതീവ്രമായ ആഗ്രഹം കൊണ്ട് ചിലതൊക്കെ നേടിയെടുത്തു എന്ന് വരും. കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ ചില ആൾക്കാരുടെ ഗട്ട്സാണ്, ചില ആൾക്കാരുടെ ഒരു കഠിനാധ്വാനമാണ്. അത് ടാലൻറ്റിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന ഒരു കാര്യമാവും ചില സമയത്ത്. അതൊക്കെ പേഴ്സണലാണ്, എക്സെപ്ഷണലുമാണ്. അതൊക്കെ ജനറലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ എന്തായി തീരണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവർക്ക് ഡിസ്കവർ ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കുക, അവർക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും സമയം കൊടുക്കുക, ധൃതി പിടിക്കാതിരിക്കുക. അത്യാവശ്യം ജോലിയൊക്കെ കുട്ടികൾ ചെറിയ പ്രായം മുതലേ ചെയ്തു തുടങ്ങിക്കോട്ടെ. അവർക്കൊരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അവർക്ക് എന്ത് ജോലിയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവസരവും ഒക്കെ നമ്മൾ കൊടുക്കുക. അതിനൊന്നും ഒരു എന്താ പറയുക ദുരഭിമാനമൊന്നും ആവശ്യമില്ല. അങ്ങനെ അവർ ജോലിയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അവരെ കണ്ടെത്തുന്നിടം വരെ അവർക്ക് വേണ്ടി ശ്രമിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അവർ ഏതെങ്കിലുമൊക്കെ വലിയ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് അവസാനം വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ബേൺ ഔട്ട് ആകാനുള്ള സാധ്യതകളൊക്കെ ഒത്തിരി കൂടുതലാണ്. ചില കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഭയങ്കരമായ ഡിമാൻഡൊന്നുമില്ല. എല്ലാ പേരൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇനി എന്തിനാണ് സ്കോപ്പ്. എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, ഇതിന് മുമ്പൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിലൂടെ കരിയറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഒരുപാട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടാണ് ഇത് പറയുന്നത്. ഒരുപാട് പേരൻസ് ഡിസപ്പോയിൻറ്റഡും നിരാശരും ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. ഒരു ഫീൽഡിലും പ്രത്യേകമായ സ്കോപ്പൊന്നുമില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേകമായൊരു സ്കോപ്പ് ഉണ്ടെന്ന് കണ്ടാൽ ആ രംഗത്തേക്ക് ഒരുപാട് പേര് കടന്നു വരികയും ആ രംഗത്തെ സ്കോപ്പെല്ലാം ഇല്ലാതാകുകയും ചെയ്യും. അതുകൊണ്ട് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേകമായൊരു സ്കോപ്പില്ല. എല്ലാ മേഖലയിലും മിടുക്കരായി നിൽക്കുന്നവർക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിൽ പോയാലും ആ മേഖലയിൽ മിടുക്കരായി നിൽക്കുക. മിടുക്കരെന്ന് പറയുമ്പോൾ അക്കാഡമിക്കായിട്ട് മിടുക്കായാൽ മാത്രം പോരാ. ഓരോ മേഖലയ്ക്കും വേണ്ട ശാരീരിക ക്ഷമതയുണ്ട്, ഓരോ മേഖലയ്ക്കും വേണ്ട മാനസിക ക്ഷമതയുണ്ട്, ഓരോ മേഖലയ്ക്കും വേണ്ട സോഷ്യൽ അട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ചില മേഖലയിലൊക്കെ പോകുന്നവർ സൊസൈറ്റിയുമായിട്ട് അല്ലെ മനുഷ്യരുമായിട്ടൊക്കെ നന്നായി ഇടപെട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ആ രംഗത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഏത് മേഖലയിൽ ചെന്നാലും ആ മേഖലയ്ക്ക് വേണ്ട നോളജും സ്കില്ലും ആറ്റിറ്റ്യൂഡും, ഈ 3 കാര്യങ്ങളാണ്. ഇതിനെ ആസ്ക് എന്ന് വിളിക്കുക. ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് നോളജ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, സ്കില്ലുണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. ഇത് 3ഉം ഏതെങ്കിലും ഒരു മേഖലയിൽ വളരെ ഉന്നതമായി നിൽക്കുകയാണെങ്കിൽ ആ മേഖലയിൽ അവർക്ക് വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് ഒരു കുട്ടിക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നൊക്കെ വെച്ചിട്ട് ആ കുട്ടിയുടെ മേലെ അനാവശ്യമായ പ്രഷറൊന്നും കൊടുക്കരുത്. അവരും മിടുക്കരായിക്കോളും. സമയം കൊടുക്കുക. കാരണം എല്ലാവർക്കും സമയം കൊടുക്കണം. നമ്മളങ്ങോട്ട് സ്വിച്ച് ഇട്ടാൽ ഉടനെ ഒരാൾക്ക് കരിയർ കണ്ടുപിടിക്കാനും സ്വിച്ച് ഇട്ടാൽ ഉടനെ ജോലി കിട്ടാനും ഒന്നും സാധ്യതകളില്ല. അതിനുവേണ്ടി ക്ഷമിച്ചേ പറ്റുള്ളൂ. ഈ ധൃതി പിടിക്കുന്നിടത്തൊക്കെയാണ് കൂടുതൽ അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. പിന്നെ വേറൊരു വലിയ കാര്യം സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിനകത്ത് കുട്ടികളെ വിട്ടില്ലെങ്കിൽ എന്തോ വലിയ നഷ്ടമാണെന്ന് വിചാരിക്കുന്ന കുറേ പേരൻസ് ഉണ്ട്. പിന്നെ വലിയ ലേവലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമാണെന്ന് വിചാരിക്കുന്ന കുട്ടികളുമുണ്ട്. ഇതൊക്കെ ദുരഭിമാനം കൊണ്ടും ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടും ഒക്കെ പറ്റുന്ന അബദ്ധങ്ങളാണ്. ഇത് മുതലെടുക്കാനായിട്ട് ചന്തയിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ തയ്യാറായി നിൽപ്പുണ്ട്. ഒരുപാട് മണ്ട കോഴ്സുകളിലൊക്കെ നമ്മൾ കുട്ടികളൊക്കെ പോയി ചേരും. പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് ലെവലിലൊന്നും അമിതമായ സ്പെഷ്യലൈസേഷൻ കോഴ്സുകളൊന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് ഫോറൻസിക് സയൻസ്, ബയോടെക്നോളജി, ഇതൊന്നും ഒരു ഗ്രാജുവേറ്റ് ലെവലിലൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതൊക്കെ അതിൻ്റെ ബേസിക് സയൻസൊക്കെ പഠിച്ച് കുറച്ചുകൂടി ഉയർന്ന നിലയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുകയും തുടർന്ന് പഠിക്കുകയൊക്കെ ചെയ്യേണ്ട മേഖലകളാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലുള്ള ഒത്തിരി മേഖലകളുണ്ട്. നമ്മൾ ചെറിയ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ AI സ്പെഷ്യലൈസ് ചെയ്യുക, ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ റോബോട്ടിക്സ് സ്പെഷ്യലൈസ് ചെയ്യുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ ടൗൺ പ്ലാനിങ്ങും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും ഇതൊന്നും ആവശ്യമില്ല. ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ചില സയൻസും ആർട്സും ഒക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ച് മേളോട്ട് വരുമ്പോൾ, ഇപ്പോൾ ആർക്കിയോളജി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് സയൻസോ ഹിസ്റ്ററിയോ ഒക്കെ പഠിച്ച് മേളോട്ട് വന്നിട്ട് ആർക്കിയോളജി പഠിക്കുന്നതാണ് നല്ലത്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, നമുക്ക് മേളോട്ട് വരുമ്പോഴേ അറിയുള്ളൂ നമ്മുടെ ഒരു ഇൻട്രസ്റ്റൊക്കെ അതിൽ സസ്റ്റെയിൻ ചെയ്യുമോ, നമുക്കതിലൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീരുമാനമെടുത്ത് അതൊക്കെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആദ്യം ബിൽഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിൽ കുട്ടികളെ തള്ളിക്കയറ്റാനുള്ള യാതൊരു നിർബന്ധവും വേണ്ട. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ജിയോളജിയും ഒക്കെ പഠിച്ചാൽ അതിൽ നിന്നൊക്കെ ഇതുപോലുള്ള വലിയ വലിയ സ്പെഷ്യലൈസേഷൻസിലേക്കൊക്കെ നാളെ പോകാൻ സാധിക്കും. ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഫിനാൻസ്, മാനേജ്മെൻറ്റ്, കോമേഴ്സ് രംഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ബേസിക് കോഴ്സാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതിന് വേണ്ട അനുബന്ധമായ കാര്യങ്ങളൊക്കെ ചേർത്ത് പഠിക്കുക. വേറൊരു വലിയ പ്രശ്നം ഇന്ന് കാണുന്നത്, എല്ലാവരും കൂടെ വിദേശത്തേക്ക് ഓടുകയാണ്. അനേക പ്രാവശ്യം ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വിദേശത്തേക്ക് പോയിട്ട്, പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ വിദേശത്തേക്ക് പോയി നമ്മൾ
വലിയ ചിലവും ഒക്കെ വഹിച്ച് അവിടെ ചെന്ന് ഒരുപാട് വർഷങ്ങൾ പഠിച്ച് അവസാനം ഒന്നും ഇല്ലാതാവുന്ന അവസ്ഥ ഇപ്പോൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. കഴിവതും ഇവിടേക്ക് ഒരു ഗ്രാജുവേഷൻ ചെയ്തിട്ട് ഒരു ടോപ്പായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ വെളിയിൽ പോയി ഒരു ഹയർ സ്റ്റഡിയൊക്കെ വേണമെങ്കിൽ ചെയ്യുക. അത് വേണമെങ്കിൽ മാത്രം. കാരണം ഓട്ടോമേഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും റോബോട്ടിക്സും ഒക്കെ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന അഡ്വാൻസ്ഡ് കൺട്രീസിലാണ്. അവിടെയാണ് തൊഴിലെല്ലാം ആദ്യം നഷ്ടപ്പെടാൻ പോകുന്നത്. ഇന്ത്യ പോലുള്ളൊരു രാജ്യം കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്യും. കാരണം ഇതൊരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഇവിടെ തൊഴിലവസരങ്ങൾ നമുക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയാൽ അവിടെ ചിലപ്പോൾ ഭയാനകമായ അവസ്ഥകളൊക്കെ നിങ്ങളെ കാത്തിരുന്നു എന്ന് വരാം. പിന്നെ ഓരോ രാജ്യത്ത് നടക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ്, എക്കണോമിക് ഇഷ്യൂസ്, അവിടുത്തെ സോഷ്യൽ ഇഷ്യൂസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വരാൻ പോകുന്നതിനെയൊക്കെ കുറച്ച് ഫാർസൈറ്റഡായിട്ട് കാണണം. അടുത്തൊരു 10 വർഷം കൊണ്ട് ആ രാജ്യങ്ങളിലൊക്കെ എന്താ സംഭവിക്കണം എന്നൊക്കെ മനസ്സിലാക്കണം. എന്നിട്ടൊക്കെ അത്തരം രാജ്യങ്ങളിലേക്ക് പോകാം. കാരണം ഇത് വെറുതെ പോകല്ലല്ലോ. ഇവിടെ വീട്ടിലുള്ള കാശും എല്ലാം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലോണെല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ഗത്യന്തരമില്ലാതായി പോകും. തിരിച്ചു വന്നാൽ ഇവിടെയൊന്നുമില്ല. പിന്നെ വിദേശ രാജ്യങ്ങളിലൊന്നും പഠിക്കുന്ന പല കോഴ്സുകൾ ഈ രാജ്യത്ത് വന്നാൽ ഒരു ജോലിയും കിട്ടത്തുമില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ വലിയൊരു കച്ചവടമാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. സ്കൂളുകളിൽ നിന്നൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ വലിയ റിക്വസ്റ്റ് കൊടുത്തു കുട്ടികളെല്ലാം നമ്മൾ അതിൽ ചേർക്കുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ എടുത്ത് ഒരുപാട് കുട്ടികളെ ഞാൻ കൺസൾട്ട് ചെയ്യാറുണ്ട്. അവരുടെ പേരൻസിനെ ഞാൻ കൺസൾട്ട് ചെയ്യാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ നമുക്ക് തരുമെന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ സ്പെസിഫിക് ആയിട്ടൊരു കുട്ടിയെ റീഡ് ചെയ്യാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു ഇന്നെക്സാക്ട് സയൻസാണ്. മനുഷ്യന് പല കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. പുള്ളി അമേരിക്കയിലാണ് പഠിച്ചത്. അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിലൊന്ന് പഠിച്ചു. അമേരിക്കയിലെ ഏറ്റവും വലിയ ഫിനാൻസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് പോയി. പക്ഷേ പുള്ളിയുടെ എത്തിക്സ് ആ ജോലിയുമായിട്ട് ചേരുന്നില്ല, ആ കമ്പനിയുടെ എത്തിക്സുമായിട്ട് ചേരുന്നില്ല. പുള്ളി അത് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നു. ആ കുട്ടി എക്കണോമിക്സ് പഠിക്കാനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞ് എക്കണോമിക്സ് പഠിച്ച ആ കുട്ടി അവസാനം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറായി. ഇതാണ് നടന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വെറും ഒരു ആപ്റ്റിറ്റ്യൂഡ് മാത്രം ചെക്ക് ചെയ്താൽ പോരാ. ആ കുട്ടികളുടെ കൾച്ചർ എന്താ, നമ്മുടെ കുട്ടിയുടെ വാല്യൂസും എത്തിക്സും കൾച്ചറും ഫിസിക്കലായിട്ടുള്ള ആരോഗ്യവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ലീഡർഷിപ്പ് സ്കില്ലും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടും കരിയറിൽ. അപ്പോൾ വെറും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊണ്ട് മാത്രം ഒരാളെ അസ്യൂം ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ മണ്ടത്തരങ്ങളാണ്. അതൊരു ഡയറക്ഷൻ തരും, കുഴപ്പമില്ല. അങ്ങനെ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ അത്ര ഒരു ടെസ്റ്റ് എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് വലിയൊരു ബിസിനസ്സായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ചുകൂടെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള കരിയർ കൗൺസിലേഴ്സിൻ്റെയൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അത്തരത്തിലുള്ള എക്സ്പേർട്ടുകളുമായിട്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നന്നായിരിക്കുക. കാരണം നിങ്ങളുടെ മാത്രം വിഷയങ്ങളായിരിക്കും അവിടെ ചർച്ച ചെയ്യുക. അവിടെ ഒരു ടെസ്റ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരത് നടത്തിക്കോളും. പലപ്പോഴും ഒരു ടെസ്റ്റിനൊന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ കുട്ടികളുടെ പല അട്രിബ്യൂട്ട്സും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരെന്തിലായിരിക്കും ബെറ്റർ എന്ന് മനസ്സിലാവുന്നു. പിന്നെ അവിടെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. പിന്നെ തുടർന്നും അവരെ ഒരു മെൻറ്ററിങ് ആവശ്യമാണ്. തുടർന്നും പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ വളരെ പ്രതിഭകളായ കുറച്ച് പേര് സിവിൽ സർവീസിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ കുറച്ച് പേര് സയൻറ്റിസ്റ്റുകളായിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ കുറച്ച് പേര് പൊളിറ്റിക്സിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് എല്ലാവരും ഇനി അതിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ മെഡിസിൻ കഴിഞ്ഞ എത്രയോ പേര് സിവിൽ സർവീസിലേക്ക് വന്നിട്ടുണ്ട്, സാമൂഹിക പ്രവർത്തനത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് തുടർന്നും പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കളയാമെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അതൊരു ഡയറക്ഷൻ തരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതലൊന്നും അതൊരു കച്ചവടമാണ്. അവരൊരു റിപ്പോർട്ട് തന്നാൽ ആ റിപ്പോർട്ടിനെ അനലൈസ് ചെയ്യണമെങ്കിൽ പോലും ഒരു നല്ല എക്സ്പേർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പല ആൾക്കാരും ഒരു കരിയർ ലിറ്ററേറ്റ് പോലും അല്ല. വിദ്യാഭ്യാസ കാര്യത്തിലും കരിയർ കാര്യത്തിലും ഒന്നും ശരിയായിട്ടുള്ള ഗൈഡൻസ് സമൂഹത്തിൽ ഇന്നും ലഭിച്ചിട്ടില്ല. പലപ്പോഴും ഇതെല്ലാം ഇന്ന് നടത്തുന്നത് ഈ മാർക്കറ്റിംഗ് ഏജൻസൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ കച്ചവടക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലേക്ക് കുട്ടികളെയും പേരൻസിനെയും ഒക്കെ വഴിതിരിച്ച് കൊണ്ടുപോവാണ്. ഇത് വലിയൊരു സാമൂഹിക വിപത്തിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മതസ്ഥാപനങ്ങളായാലും സാംസ്കാരിക സംഘടനകളായാലും യുവജന പ്രസ്ഥാനങ്ങളായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ശരിയായ ഗൈഡൻസ് നിരന്തരവും സമഗ്രവുമായി നൽകിയില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി നാശത്തിലാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ല ജീവിതം നേരുന്നു. എല്ലാവർക്കും നല്ല ആശംസകൾ. ഹാപ്പി ലിവിങ്.